കുറച്ച് നാളുകൾക്ക് മുമ്പായി വാർത്തകൾ നിറഞ്ഞു നിന്നായിരുന്ന ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണകുമാറും ഫാമിലിയൊക്കെ. നമുക്കറിയാം, സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് 3 ഈ പറഞ്ഞോണം ജീവനക്കാരികൾ സ്വന്തം സ്ഥാപനത്തെ കട്ടുമുടിപ്പിച്ചു എന്നുള്ള തരത്തിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞോണം ഭയങ്കരമായിട്ട് മലയാളികളുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു കുറച്ച് ദിവസങ്ങളിൽ. ആദ്യം 3 ജീവനക്കാരികളായിരുന്നു വന്നിരുന്നത്. തങ്ങളെ അപമാനിച്ചു, തങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള തരത്തിൽ ആദ്യം ജീവനക്കാർ വന്നു. പിന്നെ അതിനുശേഷം ദിയ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ഒരു ഫാമിലിയായിട്ട് കേസ് ഫയൽ ചെയ്തു. ഇത്തരത്തിലുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നുള്ള പേരിലുള്ള കേസുകളൊക്കെ വന്നിരുന്നു. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞോണം ദിയ കൃഷ്ണകുമാർ നിറവയറുമായിട്ടാണ് ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തത്. ഒരു ഭാഗത്തു നിന്ന് കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയമായിരിക്കാം, മതമായിരിക്കാം, എന്ത് തന്നെയാലും ഒരു ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങളായിരുന്നു ഇവർ നേരിട്ടത് ഈ ഒരു കുടുംബത്തിൽ നിന്ന് ആദ്യമൊക്കെ. കാരണം ഈ 3 ജീവനക്കാരും ആദ്യം വന്നിരുന്ന് പറഞ്ഞ പൊള്ളയായ കള്ളത്തരങ്ങളിൽ അതേപടി വിഴുങ്ങിയ മലയാളികൾക്ക് സ്വാഭാവികമായിട്ട് ചില മലയാളികൾക്കെങ്കിലും അത്തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, അതേപടി വിഴുങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് പ്രചാരണങ്ങളാണ് ആദ്യമൊക്കെ നടത്തിയത്. മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്ന് ഈ 3 വ്യക്തികളുടെ ബൈറ്റ് എടുക്കുകയും അവരെ മുക്കുവത്തി എന്ന് പറഞ്ഞ് സംഭാഷണം ചെയ്തു, ലൈംഗിക ആരോപണം, പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വേണ്ട എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ച് പെരും കള്ളികളായിരുന്നു. അവസാനം 8 നില പൊട്ടുക എന്ന് പറയുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ നടത്തിയ ചില തെളിവുകൾ, വീഡിയോ ക്ലിപ്പൊക്കെ ഉൾപ്പെടെ അവരെ വെട്ടിലാക്കി. സത്യം എന്താണെന്ന് ഒരുപക്ഷെ പോലീസിന് മനസ്സിലായ അക്കൗണ്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കൃത്രിമമാണ് അവിടെ നടത്തിയത്, ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയത്. അവസാനം അതിൻ്റെ കേസുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. അവർക്ക് ഈ പറഞ്ഞോണം ജാമ്യമൊന്നും കിട്ടിയില്ല, കേസൊക്കെ മുമ്പോട്ട് പോകുന്നു. കൃഷ്ണകുമാറിന് ഇവർ ആരോപിച്ചിരുന്ന എല്ലാം കള്ളത്തരമാണെന്ന് കോടതിക്ക് മനസ്സിലാവുകയും, പക്ഷേ ഇവരുടെ കേസ് ഇനിയിപ്പോൾ ബലം വരികയൊക്കെ. അപ്പം ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. സ്വന്തം അച്ഛനെതിരെ ലൈംഗിക ആരോപണം, ഈ പറഞ്ഞോണം ജീവനക്കാരെ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിൽ ഭർത്താവിനെതിരെ ആരോപണം. അപ്പോൾ ഇത്തരത്തിൽ ദിയ കൃഷ്ണകുമാർ വയറുമായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു ഈ പറഞ്ഞ കുരിശുകളെല്ലാം ആ പാവത്തിന് നേരിടേണ്ടി വന്നത്. പക്ഷെ വളരെ തന്മയത്വത്തോടു കൂടി ഒരുപക്ഷെ ഫാമിലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഫാമിലിയുടെ ഒരു ബോണ്ടിങ്, ആ 3 പെൺകുട്ടികളുടെ ഒരു ബോണ്ട്, അഹാന ഉൾപ്പെടെയുള്ളവരുടെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര, നമ്മളൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടത്. ഫാമിലി എന്ന് പറയുന്നതാണ് എപ്പോഴും ഒരു മനുഷ്യന് ഭയങ്കരമായിട്ട് ഒരു എനർജി ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തിനും ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ദിയയുടെ ഒപ്പം തന്നെ ഭർത്താവാണെങ്കിലും മറ്റ് 2 സഹോദരിമാരും അമ്മയൊക്കെ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റേതെങ്കിലും സ്ത്രീയൊക്കെ അതിനെ തളർന്നു പോയേനെ, കേസും കാര്യങ്ങളൊക്കെ വരും. ഒന്നാമത് ആ ഒരു സന്ദർഭം നമുക്കൊരു പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ മാനസികാവസ്ഥ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. കാരണം ഒരു ഗർഭിണിയായിരിക്കുന്നവർക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവുമായിരിക്കും. കാരണം നമുക്ക് ഭയങ്കര സോഫ്റ്റ് മൈൻഡഡ് ആയിരിക്കും, എന്തിനേയും പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ പോലും ദിയ വളരെ ബോൾഡായിട്ട് നിൽക്കുകയും അതിനെയൊക്കെ ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യുകയും ചെയ്ത, അല്ലെങ്കിലും ദിയ വളരെ ബോൾഡായിട്ടുള്ള ഒരു പേഴ്സൺ പുറമേ, പക്ഷേ ഉള്ളിൽ പാവമാണ് എന്നൊക്കെയാണ് അവർ തന്നെ പറയുന്നത്. പക്ഷെ എന്ത് തന്നെയാലും ഇപ്പോൾ ദിയയുടെ ഡെലിവറിയാണ് ഇപ്പോൾ അടുത്ത വിവാദമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്ന ഒത്തിരി നീണ്ടുപോയി മുഖവരെയൊക്കെ. ദിയയുടെ പ്രസവം 2 ദിവസം മുമ്പ് സ്വകാര്യ ആശുപത്രിയിൽ നടന്നിരുന്നു. ഒരു ആൺകുട്ടിയാണെന്ന് തോന്നുന്നു, ആൺകുട്ടി ഉണ്ടായി. പക്ഷേ ആ ഒരു ഡെലിവറി അവർ അത്രയുമേൽ ചിത്രീകരിച്ചു. കാരണം നമുക്കറിയാം ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഭർത്താവിനും അമ്മയ്ക്കും കുടുംബത്തിനും ഒക്കെ ഈ പറഞ്ഞോണം അതിന് വേണ്ടുന്ന റൂമും കാര്യങ്ങളും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഈ ഡെലിവറി കാണാം, ആർക്ക് വേണമെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആരൊക്കെയാണോ അവർക്ക് ഈ ഡെലിവറി കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവും ഈ പറഞ്ഞോണം സഹോദരി അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും നിൽക്കുകയും അത് ഈ ഡെലിവറി അതിൻ്റേതായ ഒരു ഇതോടുകൂടി തന്നെ ആ വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദിയയുടെ വേദന ഉൾപ്പെടെ, ദിയ കരയുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും, ഹാന ഉൾപ്പെടെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ കരയുന്നത് ഉൾപ്പെടെയുള്ള അതുപോലെ ആ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിരുന്നു. പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് പോസ്റ്റ്. പക്ഷേ ഇതിനിടയിൽ പലരും, പക്ഷെ ഒരുപാട് നല്ല കമൻറ്റുകളാണ് അവർക്ക് വന്നത്. പക്ഷെ പലരും ഇതിനകത്ത് വിമർശിച്ചത്, അതായത് ചില ആൾക്കാർ, ചില മതവിഭാഗങ്ങളിൽപ്പെട്ട, ഞാൻ എടുത്തു പറയുന്നില്ല, ആൾക്കാരാണ് അതിൽ കുറച്ചുകൂടി വിമർശിച്ചത് എനിക്ക് തോന്നി. പക്ഷേ എനിക്കിതിൽ പറയാനുള്ളത്,
ഇത് എല്ലാ ആണുങ്ങളും കാണണം. കാരണം ഒരു ഭാര്യ പണ്ടൊക്കെ ഇതൊക്കെ ഒളിച്ചു കളി എന്തോ പോലെ പീരീഡ് ആവുക എന്ന് പറയുന്നത് ഒളിപ്പിച്ച് വയ്ക്കുക. ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് അല്ലെങ്കിൽ ഡെലിവറി എന്നൊക്കെ പറയാം, ഡെലിവറി കഴിഞ്ഞാൽ സ്ത്രീയുടെ അടുത്തേക്ക് പോകരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പുരുഷൻ പോകരുത് എന്നൊക്കെയുള്ള ഈ ഒരു തെറ്റായ ചിന്തകളിൽ നിന്ന് ലോകം മാറേണ്ടുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ മാറേണ്ടുന്ന സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാര പൈതൃകമൊക്കെ അതൊക്കെ തന്നെ. പക്ഷെ സ്ത്രീ എന്താണ് ഒരു പുരുഷൻ അറിയണം, അത് ഏതൊരാണുങ്ങളും അറിയണം. ഒരു പക്ഷേ ദിയ ഇത്തരത്തിൽ അവരത് പബ്ലിക് ആക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ നഗ്നതയൊന്നുമല്ല പബ്ലിക് ആക്കി, അവരുടെ ഡെലിവറിയുടെ ആ ഒരു ചില മൊമെൻറ്റ്സുകളാണ് പബ്ലിക് ആക്കിയത്. അപ്പോൾ അങ്ങനെ ആക്കി അത് ഇപ്പം ഇംഗ്ലീഷ് മീഡിയാസൊക്കെ ചില വ്ളോഗേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇത്തരത്തിലുള്ള അവർ പിന്നെ ഇതിനേക്കാളും ഭയങ്കര ഇതായിട്ടാണ് പബ്ലിക് ആക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലോകത്ത് ഇതൊന്നും വലിയ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇത് അവനവൻ്റെ സ്വകാര്യതയിൽ ഈ ചില ആണുങ്ങൾ പോയിരുന്ന് കണ്ടിട്ട് ഈ പകൽമാന്യന്മാർ പുറത്ത് ഭയങ്കര ഇതെന്തോ വലിയ ഇതാണെന്നുള്ള കമൻറ്റുകളൊക്കെ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള നാണമില്ലേ എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അമ്മയും സഹോദരിയും അല്ലെങ്കിൽ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇത്തരത്തിലാണ് പ്രസവിക്കുന്നത്, ഇത്തരത്തിലുള്ള വേദന എടുത്താണ് നിങ്ങളെപ്പോലുള്ളവരെ പ്രസവിക്കുന്നത്, ഇത്തരത്തിലുള്ള വേദനിച്ചിട്ടാണ്. സ്ത്രീകളോടും എനിക്ക് പറയാനുള്ള ഇതൊന്നും മറച്ചു വെക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ഇത് എല്ലാ പുരുഷന്മാരും അറിയണം. കാരണം ഇന്ന് ഡിവോഴ്സ് കേസുകൾ കൂടുകയാണ്, സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കേസുകൾ കൂടുകയാണ്, അമ്മമാരെ തള്ളിക്കളയുന്ന കേസുകൾ കൂടുകയാണ്, ഈ പറഞ്ഞ അച്ഛന്മാരെ എടുത്തു കളയുന്ന കേസുകൾ, കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്ന കേസുകൾ കൂടുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ സഹായിക്കുക. എങ്ങനെയാണ് ഒരു സ്ത്രീ മാസം മൊത്തം ഇത്ര മാസങ്ങൾ ചുമന്ന് അവസാനം ആ ഒരു പ്രസവ വേദനയിൽ സ്ത്രീ ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നത് ഇങ്ങനെയാണ്, അവളെ ബഹുമാനിക്കണം, അല്ലെ അവൾ ഒരു സ്ത്രീ എന്നതാണെന്ന് ഒരു പക്ഷേ മനുഷ്യന് മനസ്സിലായി. ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് നേരെ എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ കിട്ടുന്നില്ല, ഇത്തരത്തിലുള്ള സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് സമൂഹത്തിന് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിനെ ശരിയായ രീതിയിൽ കാണാതെ ഇത്തരത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് നാണമില്ലേ എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇതൊക്കെ ഒരു പക്ഷേ ദിയയൊക്കെ അത്രയും ദിയയുടെ ഫാമിലി ഉൾപ്പെടെ അത്രയും കോൺഫിഡൻസ് ആയിട്ട് അത്രയും തൻ്റെ അടുത്തോടെ ആ ഒരു ദൃശ്യങ്ങൾ പുറത്ത് വിട്ടു എന്നുണ്ടെങ്കിൽ അത് അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഫാമിലി ബോണ്ടിങ് മാത്രമല്ല, ഒരു സ്ത്രീ എന്നതാണ്, ഏതൊക്കെ ചുറ്റുപാടുകളിലൂടെ കടന്നുപോയി എന്നുള്ളത് പൂർണ്ണമായ രൂപം ദിയ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ദിയ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വ്ലോഗിങ്ങിലൂടെ ദിയ പങ്കിടാറുണ്ട്, അവരുടെ ഫാമിലി എല്ലാം വ്ലോഗിങ്ങിലൂടെ എല്ലാം പങ്കിടാറുണ്ട്. ഒരു പക്ഷേ ഇതും അവർ എന്തുകൊണ്ടും ഈ സമൂഹത്തിന് നൽകിയ വലിയൊരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ സ്ത്രീകൾ അത് മുന്നോട്ട് വരുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള ഇത്. കാരണം എന്ത് റിയാലിറ്റിയാണ്, അതിലൊരു നാടകമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഡെലിവറി പെയിനും കാര്യങ്ങളൊക്കെ എത്രയോ നടിമാരൊക്കെ എത്രയോ സിനിമകൾ അഭിനയിക്കുന്നു, പക്ഷെ അതൊക്കെ ആക്ടിങ് ആണ്. പക്ഷെ ഒറിജിനൽ ഇതാണ് ആണുങ്ങളെ എന്ന് പറയാം, പുരുഷന്മാരെ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കമൻ്റ് അടിക്കുന്നവന്മാർ ചോദിക്കുക എന്താ ഞങ്ങളുടെ സ്ത്രീകളൊക്കെ പ്രസവിക്കുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കമൻറ്റ് ഇടത്തില്ല. കാരണം ഇന്ന് ഗവൺമെൻറ് സർക്കാർ ഹോസ്പിറ്റലിൽ ഇതിനുള്ള സംവിധാനമൊന്നുമില്ല. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി നടക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാരെ, അതായത് ഭർത്താവിനെ, അമ്മ, സഹോദരി ഇങ്ങനെയുള്ള കുറച്ച് പേരെ അകത്ത് കയറ്റുകയും ഡെലിവറി കാണാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കുകയും ചെയ്യും. കാരണം അത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇവരെ അകത്ത് കയറ്റുന്നതിൽ. കാരണം ഒരു ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ കിടക്കുകയാണെങ്കിൽ അവർക്കൊരു ഒരു ബലം നൽകുക ഒരു പക്ഷേ അമ്മയ്ക്കോ സഹോദരിക്കോ ഭർത്താവിനോ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് അത്രയും പെയിൻ കുറയ്ക്കുക, അവർ കുറച്ചുകൂടെ റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഒരു സൈക്കോളജി കൂടി അല്ലെങ്കിൽ ഒരു മാനസിക ഇത് കൂടിയാണ് ഇതിനകത്ത് നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആൾക്കാർ ഈ ഭർത്താവിനെയൊക്കെ അകത്ത് നിർത്തുന്നത്. മാത്രമല്ല ഇവർ തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എത്രയെന്ന് പറഞ്ഞാലും ആ 9 മാസം ഭാര്യയോടൊപ്പം നിൽക്കുക, അതിനുശേഷം ഈ ഒരു ഡെലിവറിയും കൂടെ കണ്ടു കഴിയും. പിന്നെ ഒരു ഭർത്താവും ആ ഒരു ഭാര്യയെ, ഇനി ഭാര്യയുടെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റുണ്ടായപ്പോൾ ക്ഷമിച്ചിട്ട് എന്താ പറയുന്നത് ചേർത്ത് പിടിക്കും. അവിടെ ഒരു ബോണ്ടിങ്, ഒരു വല്ലാത്ത സ്നേഹം. നമ്മൾ ഈ പറയുന്ന കാമുകൻ കാമുകി എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്, ഭാര്യ ഭർത്ത എന്ന് പറയുന്ന നോർമൽ സ്നേഹമുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ എന്നൊരു സ്നേഹം, ഒരു വല്ലാത്ത ബോണ്ടിങ്, അവിടെ ഒരു ആത്മാവിൻ്റെ ഭാഗം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു ബോണ്ടിങ് അവിടെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടും ഈ ഡെലിവറിയൊക്കെ കാണുന്ന ഭർത്താക്കന്മാർ കാണുന്ന ഏറ്റവും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ദിയ അത് പുറത്ത് വിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇനിയെങ്കിലും നന്നായി
ആയിക്കൂടെ എന്നുള്ളത്. ഏതായാലും ദിയയ്ക്ക് നല്ലൊരു കുഞ്ഞാണ് പറന്നിരിക്കുന്നത്. അവർ സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും ഇനിയും മുമ്പോട്ട് പോകണം, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. ഇനിയും ജീവിതത്തിൻ്റെ ഓരോരോ മൊമെൻറ്റുകൾ, നല്ല നിമിഷങ്ങൾ സമൂഹത്തിലേക്ക് പങ്കുവെക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവനും അല്ലെങ്കിൽ ഈ പറഞ്ഞോണം ഭാര്യയെ തല്ലുന്നവനും ഭാര്യയെ വെറും നികൃഷ്ട ജന്മമായിട്ട് കാണുന്നതും ഭാര്യയെ കളഞ്ഞിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോകുന്നതിനും ഒക്കെ, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടുന്നവനും ഒക്കെ ഉള്ള ഒരു മറുപടിയും, അല്ലെങ്കിൽ അവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു മനസ്സിൽ ഇത്തരത്തിലുള്ള ദുഷ്ചിന്തകളുള്ളവർ അല്ലെങ്കിൽ ഈ കമൻറ്റുകൾ ഇട്ടവരൊക്കെ ഇതൊക്കെ വൃത്തിയായിട്ട് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.